بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحابته أجمعين ثم أما بعد. സഹോദരന്മാരെ, നമ്മളിവിടെ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യന്മാരെ കുറിച്ചും തിരുനബിയുടെ അമ്മായിമാരെ കുറിച്ചുമാണ്. അതിൽ ഇന്നലെ നമ്മൾ അബൂ ലഹബ്, അബൂ താലിബ് എന്നീ അവിശ്വാസികളെക്കുറിച്ചും അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന വിശ്വാസിയെക്കുറിച്ചുമാണ് സംസാരിച്ചത്. ഇനി പിതൃവ്യന്മാരിൽ ശേഷിക്കുന്നത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുവൈബത്തുൽ അസ്ലമിയ എന്നിവരുടെയും അതേപോലെ സഅദിയയിൽ ഹലീമ സഅദിയയുടെയും മുല കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹംസത്ത് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യൻ എന്ന പോലെ മുലകുടി ബന്ധത്തിൽ സഹോദരൻ കൂടിയാണ്. ഹംസ അദ്ദേഹം അബൂ ഉമാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹംസക്ക് ഉമാറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പിൽക്കാലത്ത് ജീവിച്ചുവെങ്കിലും അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പര ഇവിടെ നിലനിന്നിട്ടില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് നുബുവത്തിൻ്റെ 6ാം വർഷമാണ്. അബ്ദുള്ള ഇബ്നു ജുദ്ആൻ എന്ന വ്യക്തിയുടെ ഒരടിമ പെണ്ണ് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ട്, അത് ഹിജ്റയുടെ 6ലാണ്, സഫ കുന്നിൻ്റെ ചെരുവിൽ വെച്ചാണ് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്രോഹിച്ചത്. ഇത് കണ്ട അബ്ദുള്ള ഇബ്നു ജുദ്ആന്റെ അടിമ പെണ്ണ് ഹംസയോട് വന്ന്, നിങ്ങളുടെ സഹോദരപുത്രനെ അബൂജഹൽ ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ശകാരിച്ചപ്പോൾ അതിൽ പ്രയാസപ്പെട്ടും വേദനിച്ചുമാണ് നുബൂവത്തിൻ്റെ 6ാമത്തെ വർഷം ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ഇസ്ലാം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ പിതൃവ്യനായിരുന്നു ഹംസത്ത്. അതുകൊണ്ടാണ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മദീനയിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കുഞ്ഞിന് എന്ത് പേര് വിളിക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹംസ എന്ന് പേരിടാനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ തൻ്റെ പിതൃവ്യൻ്റെ പേര് അനുസ്മരിച്ചുകൊണ്ടാണ് ആ പേര് പറയുകയുണ്ടായത് എന്നാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനുള്ള സ്ഥാനം വളരെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൽ യുദ്ധം അനുവദിക്കപ്പെട്ടതിൽ പിന്നെ ആദ്യമായി നിയോഗിച്ച യുദ്ധസൈന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 നിലക്കാണ് യുദ്ധസൈന്യത്തെ നിയോഗിക്കുക. ഒന്ന്, തിരുനബി പങ്കെടുക്കുന്ന യുദ്ധം, അതാണ് ഗസ്വ. എന്നാൽ തിരുനബി പങ്കെടുക്കാതെ സൈന്യത്തെ നിയോഗിക്കുന്നതിന് സെറിയ എന്നാണ് പറയുക. നബി പങ്കെടുക്കുന്നതിന് ഗസ്വ. നബി പങ്കെടുത്ത ആദ്യ യുദ്ധം ബദർ യുദ്ധമാണ്. അതുകൊണ്ടാണ് ഗസ്വത്ത് ബദർ എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം അനുവദിച്ചതിന് ശേഷം അത് അബൂജഹൽ ഒരു സൈന്യവും ഒരു കച്ചവട സംഘവുമായി സിറിയയിൽ നിന്ന് വരുന്നത് അറിഞ്ഞപ്പോൾ
നബി മദീനയിൽ നിന്ന് അബൂജഹലിൻ്റെ കച്ചവട സംഘത്തെ തടുക്കാൻ നിയോഗിച്ച സെരിയയാണ്. അതിനാണ് സൈഫുൽ ബഹർ എന്ന് പറയാം. സൈഫുൽ ബഹർ. ഈ സൈഫുൽ ബഹറിൻ്റെ ചീഫ് ഇൻ കമാൻഡർ സ്ഥാനം നബി നൽകിയത് ഹംസത്തിനായിരുന്നു. അപ്പോൾ ഇസ്ലാമിലെ ആദ്യത്തെ സൈന്യത്തെ നയിച്ച വ്യക്തിയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംസ ബദറിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ തങ്ങൾക്ക് ബദറിൽ തടഞ്ഞു വെച്ച വെള്ളത്തിൻ്റെ സ്ഥലത്തേക്ക് അൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് വന്നപ്പോൾ, അൽ അസ്വദ് ഇബ്നു അബ്ദുൽ അസദ് അൽ മഖ്സൂമി മുസ്ലിമീങ്ങൾ തങ്ങൾക്ക് ഒതുക്കി വെച്ച വെള്ളസ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ ആ അൽ അസ്വദിനെ ബദറിൽ ആദ്യമായി വെട്ടിയത് ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബാണ്. ഹംസ ബദറിൽ ഖുറൈശി കൊമ്പന്മാരെ മുഴുവൻ ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൻ്റെ അവസരത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് ബിൻ ഖലഫ് കാണുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഉമയ്യയും, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുസ്ലിമീങ്ങളുടെ പക്ഷത്താണ്, സഹാബിയാണ്. ഉമയ്യ മുശ്രിക്കിൻ്റെ പക്ഷത്താണ്. അപ്പോൾ മുശ്രിക്കിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കണ്ടുമുട്ടി. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഉമയ്യയെ കൊല്ലാൻ പറ്റൂല, കാരണം ചില കരാറും ഉടമ്പടി ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ ആ സമയത്തൊരു സംഭാഷണം നടക്കുമ്പോൾ ഉമയ്യ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറയുകയാണ്, നെഞ്ഞത്ത് ഒട്ടകപ്പക്ഷിയുടെ തൂവൽ ചൂടിയ ആ വ്യക്തി ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉമയ്യയോട് പറയാണ്, അത് ഹംസയാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ഉമയ്യ പറയാണ്, ഞങ്ങളിൽ ഏറെ പരിക്കേൽപ്പിച്ചതും ഞങ്ങളോട് യുദ്ധം ചെയ്തതും ആ വ്യക്തിയാണ്. അപ്പോൾ ബദറിൽ ഹംസയുടെ റോളാണ് ശത്രുവായ ഉമയ്യ പറയുന്നത്. ഈ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു ബദറിൽ ദൊന്ന യുദ്ധത്തിൽ തന്നെ ഷൈബയെ നിലംപരിശാക്കി. ദൊന്ന യുദ്ധം ഹംസയും ഷൈബയും അലിയും വലീദും ഉബൈദത്തും ഉത്ബയുമാണ്. ആദ്യമായി ദൊന്ന യുദ്ധത്തിൽ ഹംസയാണ് ഷൈബയെ നിലംപരിശാക്കുന്നത്. ജുബൈർ ബിൻ മുത്തഇമിൻ്റെ പിതൃ സഹോദരൻ മുത്തഇമ, ജുബൈർ ബിൻ മുത്തഇം എന്ന വ്യക്തിയുടെ പിതൃ സഹോദരൻ മുത്തഇമ ബദറിൽ പങ്കെടുത്തിരുന്നു. ഈ മുത്തഇമയെ ബദറിൽ കൈകാര്യം ചെയ്തതും വധിച്ചതും ഹംസയാണ്. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധാനന്തരം ജുബൈർ ബിൻ മുത്തഇം തൻ്റെ അടിമ വഹ്ഷിയോട് പറഞ്ഞു, മുഹമ്മദുമായി നടക്കുന്ന അടുത്ത യുദ്ധത്തിൽ നീ ഹംസത്തിനെ കൊന്നാൽ നിനക്ക് സ്വാതന്ത്ര്യമാണ്. വഹ്ഷി അടിമയാണ്. വഹ്ഷിക്ക് മുസ്ലിം അമുസ്ലിം മുസ്ലിം കാഫിർ ഇതൊന്നല്ല വിഷയം. ഇസ്ലാമും കുഫറും അല്ല വഹ്ഷിൻ്റെ വിഷയം. വഹ്ഷി അടിമ എന്നുള്ള നിലക്ക് വഹ്ഷിക്ക് സ്വാതന്ത്ര്യമാണ് വലുത്. അതുകൊണ്ട് തന്നെ വഹ്ഷിയോട് പറഞ്ഞു, നീ ഹംസത്തിനെ വധിച്ചാൽ നിനക്ക് ഫ്രീഡാണ്, സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ വഹ്ഷി ജുബൈർ ബിൻ മുത്തഇം പറഞ്ഞതനുസരിച്ച് മുത്തഇമ എന്ന വ്യക്തിക്ക് പ്രതികാരം ചോദിക്കുവാൻ ഒരു ചാട്ടുളിയുമായി ബദറിലേക്ക് ഉഹദിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഉഹദിൽ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ പോരാടുന്നത് 2 വാളായിട്ടാണ്. ബദറിലേക്കാൾ മികച്ച കാഴ്ചയാണ് ഹംസത്ത് ഉഹദിൽ പ്രകടിപ്പിച്ചത്. അങ്ങനെ ഒരു മുശ്രിക്കിനെ വധിച്ച് ഹംസത്ത് പെട്ടെന്ന് ആ മുശ്രിക്കിൽ നിന്ന് തിരിഞ്ഞപ്പോൾ ഒരു പാറയിൽ മറഞ്ഞ് ചാടി വന്ന വഹ്ഷി ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ തൻ്റെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു. അത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു, ഒളിഞ്ഞു നിന്നായിരുന്നു ആ പ്രയോഗം നടത്തിയത്. അതുകൊണ്ട് തന്നെ വഹ്ഷി എറിഞ്ഞ ചാട്ടുളി ഹംസത്തിൻ്റെ പൊക്കിളിൽ തറച്ച് അത് കാലുകൾക്കിടയിലൂടെ വെളിയിൽ വന്നു. ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു മറിഞ്ഞു വീണു. ഹംസ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൽ നിന്ന് ഈ ചാട്ടുള്ളി ഊരി രക്ഷപ്പെടുത്താൻ അപ്പം ആളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വഹ്ഷി പറയുകയാണ്, ഞാൻ ഹംസയുടെ അനക്കം അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്ത് മരിച്ചു എന്നുറപ്പായപ്പോൾ എടുത്തു ചെന്ന് ഞാൻ ചാട്ടുള്ളി ഊരി എൻ്റെ യജമാനന്മാരുടെ അടുക്കൽ ചെന്ന് ഞാൻ ഹംസയെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ച് ഷഹീദാവുകയാണ്.
പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ഈ വഹ്ഷി ഇബ്നു ഹർബാണ്, അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം മക്കം ഫതഹിലാണ് ഇസ്ലാമിനെ പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും മക്കം ഫതഹിന്റെ വേളയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ വഹ്ഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പം നബി ചോദിച്ചു, വഹ്ഷി, നിങ്ങളാണോ ഹംസയെ കൊന്നത്? അപ്പം ഹംസ റളിയല്ലാഹു തആല അൻഹു മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹദിൽ വധിക്കപ്പെട്ട് അങ്ങനെ അദ്ദേഹത്തെ ചിത്രവധം നടത്തി, ആകെ വികൃതമാക്കി. അദ്ദേഹത്തിന് മൂക്ക് ചെത്തി, ചെവി ചെത്തി, അദ്ദേഹത്തിന് വയറ് പിളർത്തി വികൃതമാക്കിയിട്ട് മറ്റ് സഹാബികളൊക്കെ വികൃതമാക്കിയിട്ടുണ്ട്. അതിലൊരാളാണ് ഹംസയും. ഉഹദിൽ മുശ്രിക്കീങ്ങൾ വധിക്കപ്പെട്ട രക്തസാക്ഷികളെ എല്ലാവരെയും വികൃതമാക്കിയിട്ടുണ്ട്. ഹമ്മല റളിയല്ലാഹു അൻഹുവിനെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവർ വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ വികൃതമായി കിടക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ വേദനിച്ചേങ്ങി കരയുന്നത് ഞങ്ങൾ കണ്ടത് ഹംസയുടെ മൃതദേഹത്തിനരികിൽ മാത്രമാണ്. ഹംസത്തിൻ്റെ മൃതദേഹത്തിനരികിൽ തിരുനബി ഏറെ നേരം കരഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്നാണ്. ഏതായാലും വഹ്ഷിയോട് ചോദിക്കുകയാണ്, നീയാണോ ഹംസയെ കൊന്നത്? അപ്പം ഞാനാണ്. അപ്പം റസൂലുള്ളാഹിക്ക് അത്ഭുതം, എങ്ങനെയാണ് നിങ്ങൾ ഹംസയെ കൊന്നത്? കാരണം ഹംസ അത്ര കരുത്തനാണ്, പെട്ടെന്ന് സാധ്യമായൊരു സംഗതിയല്ല. അപ്പം എങ്ങനെയാണ്? അപ്പം വഹ്ഷി തൻ്റെ കഥ പറയാണ്, ഞാൻ ജുബൈർ ബിൻ മുത്തഈം പറഞ്ഞതനുസരിച്ചാണ് ഹംസയെ കൊല്ലാൻ വന്നത്. ഞാൻ ഒളിഞ്ഞ് നിന്നാണ് ഹംസക്ക് നേരെ ചാട്ടുളി എറിഞ്ഞത്. അങ്ങനെ ഹംസ മരിച്ച രംഗം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയാണ്. തിരുനബി നിയന്ത്രണം വിട്ട് കരയുകയുണ്ടായി എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ഷിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഖുറൈശികൾ ചോദിക്കുകയാണ്, ഹംസനെ കൊന്നിട്ടും നിങ്ങൾക്ക് വഹ്ഷിയോട് ഇഷ്ടമാണോ? ഇമാം തബറാനിയുടെ റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്ത് 3 തവണ തുപ്പി എന്നാണ്. എന്നിട്ട് വഹ്ഷിയുടെ നെഞ്ചിൽ 3 തവണ കൊട്ടി എന്നാണ്. വഹ്ഷി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ സ്വീകരിച്ചു. നിങ്ങളാണ് ഹംസയെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ വഹ്ഷി പറഞ്ഞു, നഅം അൽഹംദുലില്ലാഹില്ലദീ അക്രമഹു ബിയദി വലം യുഹന്നി ബിയദൈഹി. വഹ്ഷി പറഞ്ഞു, ഞാനാണ് ഹംസയെ കൊന്നത്. എൻ്റെ കയ്യാൽ ഹംസക്ക് രക്തസാക്ഷിത്വം നൽകിയ അള്ളാഹുവിന് സ്തുതി. ഹംസയുടെ കയ്യാൽ എന്നെ അപമാനിതനാക്കാതിരുന്ന അള്ളാഹുവിന് സ്തുതി. ഹംസയുടെ കയ്യാൽ വഹ്ഷി കൊല്ലപ്പെട്ടാൽ വഹ്ഷി നരകത്തിലാണ്. അതേസമയം വഹ്ഷിയുടെ കയ്യാൽ ഹംസ ഷഹീദായി. അതുകൊണ്ട് ഹംസ സയ്യിദു ശുഹദ ആണ്, ശുഹദാക്കളുടെ സയ്യിദാണ് സ്വർഗത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ഷിയോട് പറഞ്ഞിട്ടുണ്ട്, വഹ്ഷി ഉഖ്റുജ് ഫഖാതിൽ ഫീ സബീലില്ലാഹ് കമാ ഖാതൽത ലിതസുദ്ദ അൻ സബീലില്ലാഹ്. വഹ്ഷി റസൂലുള്ളാഹിയോട് പറയാണ്, റസൂലേ, ഞാനാണ് ഹംസയെ കൊന്നത്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹ്ഷിയോട് പറയാണ്, വഹ്ഷി പോയിക്കോ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാൻ പോരടിച്ചതുപോലെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയാനാണ് ഇതുവരെ പോരടിച്ചത്. ഇനി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ വേണ്ടി പോയിക്കൊള്ളുക എന്ന് പറയുകയുണ്ടായി. വഹ്ഷിയെ കണ്ടാൽ ഹംസയെ ഓർക്കുകയും ഹംസയുടെ രക്തസാക്ഷിത്വം ഓർക്കുകയും ചെയ്യുന്നത് കാരണത്താൽ റസൂലുള്ളാഹി വഹ്ഷിയോട് പറഞ്ഞിരുന്നു, ഗർരിബ് വജ്ഹക അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് മാറി താമസിക്കണമെന്ന്, മാറിപ്പോകണം എന്ന്. ഈ വഹ്ഷി ഹംസയെ എറിഞ്ഞ ചാട്ടുളിയുമായി പിന്നീട് ഇസ്ലാമിന് വേണ്ടി പോരാടിച്ചിട്ടുണ്ട്. ചരിത്ര പ്രസിദ്ധമായ യമാമ യുദ്ധത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെതിരിൽ മുസ്ലിമീങ്ങൾ പോരടിച്ചപ്പോൾ ആ സൈന്യത്തിൽ വഹ്ഷി ഉണ്ടായിരുന്നു. വഹ്ഷി ഹംസയെ എറിഞ്ഞ ചാട്ടുളി കൊണ്ടാണ് അന്ന് മുസൈലിമത്തുൽ കദ്ദാബിനെ എറിയുകയും അങ്ങനെ മുസൈലിമയെ കൊല്ലുകയും ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ ശക്തിയായ ഹംസയെ ഞാൻ കൊന്നത് ഈ ചാട്ടുളി കൊണ്ടാണ്, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മുസൈലിമയെ ഞാൻ കൊന്നത് ഈ ചാട്ടുളി കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹംസ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ നിന്ന് വിരമിച്ച് ശുഹദാക്കളൊക്കെ മറമാടി
സഫിയയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് മറമാടുന്നതിൻ്റെ ചരിത്രം സഫിയയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. റസൂലുള്ളാഹി മദീനയിലേക്ക് മടങ്ങി. അപ്പോൾ മദീനയിൽ സ്ത്രീകൾ കരയാണ്. അന്ന് മരണ വീട്ടിൽ ആർത്ത് കരയുന്നത് വിരോധിക്കപ്പെട്ടിരുന്നില്ല. മരിച്ചവരുടെ പേരിൽ അറബികൾ ആർത്ത് കരയുമായിരുന്നു, അത് വിരോധിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുമ്പോൾ ഉഹദിൽ 70ഓളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേരിൽ അവരുടെ കുടുംബക്കാർ കരയാണ്. അപ്പോൾ ആ സ്ത്രീകളോട് റസൂലുള്ളാഹി പറയാണ്, വലാകിൻ ലാ ബവാകിയ ലി ഹംസ, പക്ഷേ ഹംസക്ക് വേണ്ടി കരയാൻ സ്ത്രീകളില്ല. അപ്പോൾ അൻസാരി സ്ത്രീകൾ ഒരുമിച്ച് കൂടി ഹംസ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വത്തിൽ വിലപിച്ച് കരയുകയുണ്ടായി എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും. പിന്നീട് റസൂലുള്ളാഹി മരണ വീട്ടിൽ കരയുന്നത് വിരോധിച്ചു. മരണപ്പെട്ടതിൻ്റെ പേരിൽ, മരിച്ചവരുടെ പേരിൽ ആർത്ത് വിളിക്കുന്നതും വിലാപ പ്രകടനം നടത്തിയിട്ട് അക്ഷമരായി കരയുന്നതും ഇസ്ലാമിൽ വിരോധിച്ചു. മരിച്ചോടത്ത് കരയാൻ പാടില്ല. മരിച്ച വീട്ടിൽ കരഞ്ഞാൽ മയ്യത്ത് അതിൻ്റെ പേരിൽ പ്രയാസപ്പെടും, അതൊരു ശിക്ഷയാണ് മയ്യത്തിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചവരെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് റസൂലുള്ളാഹി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മരണ വീട്ടിൽ കരയുന്ന പെണ്ണ് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ ചൊറിയുന്ന ഒരു വസ്ത്രവും കീലിൻ്റെ ഒരു അങ്കിയും ഉണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണ വീട്ടിൽ അരമുറയിട്ടുന്ന കരയുന്ന സ്ത്രീകളുടെ വായിൽ മണ്ണ് വാരിയിടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചയിടത്ത് ക്ഷമിക്കുകയാണ് വേണ്ടത്, സഹിക്കുകയാണ് വേണ്ടത്. ദുഃഖത്തിൻ്റെ കണ്ണീർ അതാകാവുന്നതാണ്, പക്ഷെ നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞും ആർത്തട്ടഹസിച്ചും വിലപിക്കുന്നത് ഇസ്ലാമിൽ അത് വിരോധിക്കപ്പെട്ടതാണ്, അത് വൻപാപങ്ങളിൽ പെട്ടതുമാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് ഹംസ റളിയല്ലാഹു തആലാനുവിൻ്റെ ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യന്മാരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഹംസയുടെ ചരിത്രം കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണീർ വാർത്തിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിമാരാണ് ശേഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അമ്മായിമാരായി 6 പേരാണുള്ളത്. ഒന്ന് ഉമ്മുൽ ഹക്കീം എന്ന ബൈദയും, മറ്റൊന്ന് ബർറ, ആതിക, സഫിയ, അർവ, ഉമൈമ എന്നിവരാണ്. ഇതിൽ സഫിയ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് ഹിജറ പോയി. അത് പണ്ഡിതന്മാർക്കിടയിൽ ഖണ്ഡിതമായ കാര്യമാണ്. എന്നാൽ അർവയും ഉമൈമയും അർവയും ഉമൈമയും അതേപോലെ തന്നെ ഉമ്മുൽ ഹക്കീമും ബർറയും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള വിഷയമാണ്. റസൂലുള്ളാഹിന്റെ അമ്മായിമാരിൽ ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ആതികയെ കുറിച്ച് എടുത്തോളം, ആതിക ബിന്ത് അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആതിക, റസൂലുള്ളാഹിന്റെ അമ്മായി, അവർ ഇസ്ലാം സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? ഈ ആതിക ബദർ യുദ്ധം വരെ ജീവിച്ചിട്ടുണ്ട്, ബദർ യുദ്ധ നാൾ വരെ ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിലേക്ക് മുശ്രിക്കീങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ആതിക കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ചരിത്ര ഗ്രന്ഥങ്ങളിൽ സുവിദിതാണ്. അതെന്താ സ്വപ്നം? ബദറിൻ്റെ മുന്നോടിയായി ആതിക ഒരു സ്വപ്നം കണ്ട് അതിൽ ഒരാൾ വന്ന് മക്കയിലെ ഒരു കുന്നിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, ബദറിൻ്റെ ആളുകളെ നിങ്ങളുടെ നാശസ്ഥലത്തേക്ക് പുറപ്പെട്ടുകൊള്ളുക. ബദർ നടന്നിട്ടില്ല, അതിന് മുമ്പാണ്. മാത്രമല്ല, ആ കുന്നിൻ്റെ മുകളിൽ നിന്നൊരു പാറ ഉരുണ്ട് വന്ന് അത് മക്കക്കാരുടെ വീടുകളെ ഇടിക്കുന്നതാണ് സ്വപ്നം. ഈ സ്വപ്നം ആതിക പറഞ്ഞ് അപ്പൊ അബൂജഹൽ അതിൽ ദേഷ്യപ്പെട്ട് അബ്ബാസിന്റെ അടുക്കൽ ചെന്ന് അബൂജഹൽ ദേഷ്യപ്പെട്ട് പറഞ്ഞ്, അബ്ബാസ്, ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ആണുങ്ങളിൽ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്. ഒരു നബി നിങ്ങൾക്കുണ്ട് എന്ന് ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നു, ഇപ്പൊ നിങ്ങളിലെ പെണ്ണുങ്ങളും നബിത്വം വാദിക്കാൻ തുടങ്ങിയോ എന്ന് അബൂജഹൽ ദേഷ്യപ്പെട്ട് അബ്ബാസിനോട് സംസാരിക്കുകയുണ്ടായി എന്നാണ്. ഏതായാലും ഈ സ്വപ്നം, അതിൻ്റെ വിഷയം
ചരിത്രത്തിൽ കാണാം. ഈ സ്വപ്നത്തിനപ്പുറമാണ് ബദർ സംഭവിച്ചത്. ബദറിൽ ഈ സ്വപ്നം എന്താണോ അതിനനുസരിച്ചാണ് നടന്നത്. ഖുറൈശി നേതാക്കന്മാരെല്ലാം ബദറിൽ നിലംപരിശാകുന്ന സ്ഥിതിയും ബദറിൽ മക്കക്കാർ തകർന്ന സ്ഥിതിയുമാണ് ഉണ്ടായത്. നമുക്ക് ചരിത്രത്തിൽ അറിയാം. ഇതാണ് ആതിക ബിന്തുമായി അബ്ദുൽ മുത്തലിബുമായി ബന്ധപ്പെട്ട ചരിത്രം ഉള്ളത്. ഇവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. എന്നാൽ സഫിയയെ സംബന്ധിച്ചിടത്തോളം സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അവർ ഹിജറ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ ജിഹാദിൽ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന്റെ തുടക്കനാളിൽ തിരുനബിക്ക് വൻദിർ അഷീറത്തക്കൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കളെ മുന്നറിയിപ്പ് നൽകുക എന്ന ആയത്തിറങ്ങിയപ്പോൾ തൻ്റെ കുടുംബക്കാരെ മുഴുവൻ സഫാ കുന്നിൻ്റെ ചെരുവിലേക്ക് വിളിച്ച് റസൂൽ അവരെ ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശത്തിൽ ഒരു ഉപദേശം, യാ സഫിയത്ത് അമ്മത്തു റസൂലില്ലാ, റസൂലുള്ളാഹിന്റെ അമ്മായിയായ സഫിയ, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുക, രക്ഷിച്ചുകൊള്ളുക. ലാ അംലികു ലകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. അപ്പം പടച്ചോൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. റസൂലിൻ്റെ അമ്മായിയായ സഫിയ, നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വെച്ച് ഉപദേശിച്ചു. ഈ ഉപദേശങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അബൂലഹബ് തബ്ബൻ ലക സായിറൽ യൗം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ ശപിച്ചുകൊണ്ട് കല്ലെറിഞ്ഞത്. ഇവിടെ തൻ്റെ അമ്മായി സഫിയ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പൂർണ്ണ സഹോദരിയാണ്. അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളാണ്. അതിൽ 10 അല്ലെങ്കിൽ 10-ലേറെ ആൺമക്കളും 6 പെൺമക്കളുമാണ്. ആ പെൺമക്കളെ നമ്മളിവിടെ പറഞ്ഞ്, ഇവരൊക്കെ ഒരു ഉമ്മയിലുള്ള മക്കളല്ല. അബ്ദുൽ മുത്തലിബിന് പല ഭാര്യമാരിലാണ് ഈ മക്കളുള്ളത്. അതിൽ പൂർണ്ണ സഹോദരി, ഒരു ഉമ്മൻ്റെ വാപ്പൻ്റെയും മക്കൾ എന്നറിയില്ലേ, അവരാണ് ഹംസത്തും സഫിയയും. റസൂലുള്ളാഹിക്ക് സഫിയയോട് ഏറെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സഫിയയെ വിളിച്ച് പറയുന്നത്, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ നിന്നെ രക്ഷിച്ചുകൊള്ളുക. ലാ അംലികു ലകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിനക്കൊന്നും ഉടമപ്പെടുത്തുന്നില്ല. എന്നിട്ട് ഫാത്തിമയെ വിളിച്ചും പറഞ്ഞ്, യാ ഫാത്തിമ ബിന്തു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നീ നിന്നെ രക്ഷിച്ചോ. ലാ അംലികു ലകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. വേറെ റിവായത്തിൽ കാണാം, സലി മിൻ മാലി മാ ശിഇതി, വാപ്പാൻ്റെ സ്വത്തുനിന്ന് വേണ്ടതൊക്കെ ചോദിച്ചോ, സ്വത്ത് തരാൻ പറ്റും. പക്ഷേ അന്ത്യനാളിൽ മുഹമ്മദ് നബിയുടെ അമ്മായിയാണ്, മുഹമ്മദ് നബിയുടെ മകളാണ് എന്ന് പറഞ്ഞ് വന്നിട്ട് രക്ഷല്ല. ഓരോരുത്തരും തങ്ങളെ രക്ഷപ്പെടുത്തണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സഫിയയോട്. അപ്പോൾ ഇവിടെ നമുക്കതിൽ പാടുണ്ട്. നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വേറൊരാളുടെ കർമ്മവും വേറൊരാളുടെ ഹക്കും ജാഹും ബർക്കത്തും പ്രതീക്ഷിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ട. അവിടെ ഓരോരുത്തരും തങ്ങളെ രക്ഷപ്പെടുത്തണം. അത് മകൾ ഫാത്തിമയെയും അമ്മായി സഫിയയെയും വിളിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഇവിടെ സഫിയയോട് പറയാണ്. ഇവിടെ സഫിയ റളിയല്ലാഹു തആല അൻഹാക്കുള്ള സ്ഥാനം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വസിയ്യത്ത് കേട്ട് സഫിയ ഇസ്ലാം സ്വീകരിച്ചു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു, തിരുനബിയെ സംരക്ഷിച്ചിരുന്നു. സഫിയയെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് അൽ ഹാരിസ് ഇബ്നു ഹർബായിരുന്നു. അബൂ സുഫിയാന്റെ സഹോദരൻ അൽ ഹാരിസ് ഇബ്നു ഹർബായിരുന്നു. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹുവിന്റെ വാപ്പ അബൂ സുഫിയാൻ ഇബ്നു ഹർബ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അൽ ഹാരിസ് ആയിരുന്നു ആദ്യം സഫിയയെ കല്യാണം കഴിച്ചിരുന്നത്. പക്ഷെ അൽ ഹാരിസ് മരണപ്പെട്ടപ്പോൾ സഫിയയെ കല്യാണം കഴിച്ചത് അൽ അവ്വാം ഇബ്നു ഖുവൈലിദാണ്. അൽ അവ്വാം ഇബ്നു ഖുവൈലിദ്. അവ്വാം ഇബ്നു ഖുവൈലിദ് ആരാ? ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഖദീജ ബിന്തു ഖുവൈലിദാണ്. ഇത് അവ്വാം ഇബ്നു ഖുവൈലിദ്. അങ്ങനെ അവ്വാം ഇബ്നു ഖുവൈലിദ് സഫിയയെ പിന്നീട് കല്യാണം കഴിച്ചു. ആ ബന്ധത്തിൽ അവ്വാം ഇബ്നുൽ ഖുവൈലിദിൽ നിന്ന് സഫിയക്ക് 2 മക്കൾ പിറന്നു. ചിലരിൽ 2-ലേറെ മക്കളെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധരായവർ 2ആണ്. ഒന്ന് സുബൈർ ബിനുൽ അവ്വാമും
മറ്റൊന്ന് അസായിബ് ബിൻ അവ്വാമും. സുബൈർ ബിൻ അവ്വാം സഫിയയുടെ മകനാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് സുബൈർ ബിൻ അവ്വാം. അത് ഈ സഫിയയുടെ മകനാണ്. അതേപോലെ അസായിബ് ബിൻ അവ്വാം അദ്ദേഹം യമാമ യുദ്ധത്തിൽ പങ്കെടുത്ത് മുസൈലിമത്തുൽ കദ്ദാബിനെതിരിൽ പോരാടി യമാമ യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദായത്. ആര്? സഫിയയുടെ മകൻ അസായിബ് ബിനുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ സുബൈർ ബിനുൽ അവ്വാമും അസായിബ് ബിനുൽ അവ്വാമും സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളാണ്. സഫിയ റളിയല്ലാഹു തആല അൻഹ അവര് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് വരെ ജീവിച്ചിട്ടുണ്ട്. ഉമറിന്റെ ഖിലാഫത്തിൽ ഹിജ്റയുടെ 20-ൽ സഫിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. അവരുടെ ജനാസ ഉമർ റളിയല്ലാഹു തആലാന്റെ നേതൃത്വത്തിലാണ് നമസ്കരിച്ചത്. സഫിയയെ മറമാടിയത് ബഖീ ഖബർസ്ഥാനിലാണ്. ബഖീ ഖബർസ്ഥാനിലാണ് സഫിയ റളിയല്ലാഹു തആല അൻഹയെ മറമാടുകയുണ്ടായത്. സഫിയ റളിയല്ലാഹു അൻഹ ധീരയായ വനിതയായിരുന്നു. ആ വിഷയത്തിൽ നമുക്ക് 2 ചരിത്രങ്ങൾ വായിക്കാനുണ്ട്. ഒരു ചരിത്രം ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഖന്തഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്തഖ് യുദ്ധത്തിൽ, കിടങ്ങി യുദ്ധത്തിൽ പുരുഷന്മാരെ എല്ലാവരെയും യുദ്ധത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം കിടങ്ങി യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ എണ്ണം 10,000 ആ 10,000 പോരടിക്കേണ്ടത് 3000 ആളുകളാണ്. മദീനക്കാരന്ന് 3000 ആളുകളാണ്. സഖ്യസേന 10,000. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ കൊണ്ടെല്ലാം റസൂലുള്ളാഹ് ഖന്തഖിന്റെ ഭാഗത്തേക്ക് പോയി. കുട്ടികളെയും സ്ത്രീകളെയും റസൂലുള്ളാഹ് മദീനയിൽ ഒരു കോട്ടയിൽ ആക്കി. അങ്ങനെ പുരുഷന്മാർ മദീനയിലില്ല, സ്ത്രീകളും കുട്ടികളുമാണ് ഉള്ളത് എന്നറിഞ്ഞ ഒരു ജൂതൻ ഈ കോട്ടയുടെ അരികിലൂടെ വന്ന് സ്ത്രീകളെ പേടിപ്പിക്കാൻ. അപ്പൊ സഫിയ റളിയല്ലാഹു തആല അൻഹ കോട്ടയിൽ നിന്ന് ഒരു തൂണ് പിഴുതെടുത്ത് കോട്ടയിൽ നിന്ന് വെളിയിൽ ചാടി ഈ ജൂതനെ തൻ്റെ കയ്യിലുള്ള ദണ്ടുകൊണ്ട് ആക്രമിക്കുകയും ആ ജൂതനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അറിയിച്ചു. ഇത് സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ധൈര്യം. അതില്ലായിരുന്നുവെങ്കിൽ ആ സ്ത്രീകളും കുട്ടികളും അവിടെ ഭയന്ന് വിറക്കുമായിരുന്നു. മാത്രമല്ല ഖന്തഖിന്റെ സാഹചര്യം അതാണ്. കാരണം ഖന്തഖ് യുദ്ധത്തിൽ സഖ്യസേന വലിയൊരു വിഭാഗം അപ്പുറത്തുണ്ട്. മദീനയുടെ വടക്ക് ഭാഗത്ത്, മദീനയുടെ തെക്ക് ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിനോട് യുദ്ധമില്ലാ കരാറിലായിരുന്ന ബനു ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം അവർ ആ അസന്നിഗ്ധ ഘട്ടത്തിൽ റസൂലുള്ളാഹിനോടുള്ള കരാർ ലംഘിച്ച്. അപ്പം ആകെ മുസ്ലിമീങ്ങൾ പേടിയിലും ഭീതിയിലുമായിരുന്നു. അപ്പം ആ സമയത്ത് സഫിയ റളിയല്ലാഹു അൻഹയുടെ ഈ നിലപാട് അത് ഏറെ പ്രശംസനീയമായിരുന്നു എന്നതാണ് ചരിത്രം. അതുകൊണ്ടാണ് അവരുടെ ആ നിലപാട് കൂടുതൽ പ്രസക്തമാകുന്നത്. സഫിയ റളിയല്ലാഹു തആലയുടെ മറ്റൊരു ധീരതയും നിലപാടുമാണ് ഉഹദിൽ ഉണ്ടായത്. അതെന്താണ്? ഉഹദ് യുദ്ധത്തിൽ നമുക്കറിയാം ഹംസത്ത് ഷഹീദായി. ഹംസയെ ഞാൻ പറഞ്ഞു വഹ്ഷി ചാട്ടുളി എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പൊക്കിളിൽ ചാട്ടുളി കയറി അത് കാലുകൾക്കിടയിലൂടെ വെളിയിൽ വന്നു. ഹംസ രക്തത്തിൽ കുളിച്ച് കിടക്കുക. ഈ സമയം മുശ്രിക്കുകൾ വന്ന് ഹംസയുടെ മൂക്ക് ചെത്തി, ചെവി വെട്ടി, അതേപോലെ അദ്ദേഹത്തിൻ്റെ വയറും നെഞ്ചും പിളർന്ന് വികൃതമാക്കി ശരീരം. അത് ഹംസയെ മാത്രമല്ല മറ്റ് ശുഹദാക്കളെയും മുശ്രിക്കീങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹംസ ഒന്നുകൂടി കൂടുതൽ വികൃതമാക്കപ്പെട്ടിരുന്നു. കാരണം അവർക്ക് ഏറ്റവും വലിയ പക ഹംസയോടായിരുന്നു റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹംസയുടെ മൃതദേഹം കണ്ട് കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സഫിയ വന്ന് ഹംസയെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ട് കരയില്ലായിരുന്നുവെങ്കിൽ ഹംസയെ മറമാടാതെ ഞാൻ ഇങ്ങനെ ഇവിടെ ഇടുമായിരുന്നു. എന്നിട്ട് പക്ഷികളും മൃഗങ്ങളും വന്ന് തിന്ന് ഹംസ അന്ത്യനാളിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഉദരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ സഫിയ വന്ന് ഹംസയെ കാണുമല്ലോ പിന്നീട് എന്ന് ആലോചിച്ചാണ് ഞാൻ ഹംസയെ മറമാടുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ശുഹദാക്കൾ കിടക്കുകയാണ്. അപ്പോൾ മഹദി സഫിയ വരികയാണ്.
അപ്പൊ റസൂലുള്ള പറഞ്ഞു, സഫിയയുടെ മകൻ സുബൈറിനോട് പറഞ്ഞു, ഉമ്മ വരുന്നു, അതുകൊണ്ട് ഉമ്മയെ ചെന്ന് തടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ സമ്മതിക്കണ്ടേ, കാരണം ഹംസയെ കാണും ഈ അവസ്ഥയിൽ. അപ്പോ സുബൈർ ചെന്ന് ഉമ്മയെ തടഞ്ഞ്. അപ്പോ ഉമ്മ പറഞ്ഞ്, ഇലൈക അന്നി ലാ അർള അൻക, ദൂരെ മാറി നിൽക്ക്, നീ എന്നെ തടഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പൊ സുബൈർ പറഞ്ഞ്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തടുക്കാൻ, നിങ്ങളിങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തേ കാര്യം? ഹംസ വധിക്കപ്പെട്ടതാണല്ലേ? സഫിയ പറയാണ്, അതിൽ പ്രശ്നമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, ഞാൻ ക്ഷമിക്കും, ഞാൻ സഹിക്കും, പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ള തടഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സഫിയ റളിയല്ലാഹു തആല അൻഹ 2 തുണി എടുത്ത്, അവർ 2 തുണി കൊണ്ടുവന്നിരുന്നു. ആ തുണി എടുത്ത് മകൻ സുബൈറിനെ ഏൽപ്പിച്ച്, എന്നിട്ട് പറഞ്ഞ്, ഹംസ വധിക്കപ്പെട്ടു, എൻ്റെ സഹോദരൻ ഹംസയെ നിങ്ങൾ ഈ 2 തുണിയിൽ കഫൻ ചെയ്ത് അദ്ദേഹത്തെ നിങ്ങൾ മറമാടണം എന്ന് സഫിയ പറഞ്ഞു. അങ്ങനെ സുബൈർ ആ തുണി വാങ്ങി അതിൽ ഹംസയെ സഹോദരി പറഞ്ഞതനുസരിച്ച് കഫൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് റസൂലുള്ള സമ്മതിച്ചപ്പോൾ സഫിയ വന്ന് ഹംസയുടെ ഭൗതിക ശരീരത്തിനടുത്ത് നിന്ന് അവർ പ്രഖ്യാപിച്ചു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഇത് സഹിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്, ഞാൻ അക്ഷമ പ്രകടിപ്പിക്കുകയില്ല. അങ്ങനെ ഹംസയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച് പിന്നീട് അവർ മടങ്ങുകയാണ് ചെയ്തത്. സഫിയ കൊടുത്ത തുണി അത് ഹംസയെ കഫൻ ചെയ്യാനും ഹംസയെ മറമാടാനുമാണുള്ളത്. ആ തുണി 2 കൊണ്ടുവന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞ്, ഇത് സഫിയ തന്നതാണ്, ഹംസയെ ഇതിൽ മറമാടണം. അങ്ങനെ ഹംസയെ മറമാടാൻ തീരുമാനിച്ചു. പക്ഷേ എന്താ സംഭവം? ഹംസ വികൃതമാക്കപ്പെട്ട് കിടക്കുമ്പോൾ അപ്പുറത്തുണ്ട് മറ്റൊരു അൻസാരിയായ വ്യക്തി, ഇതേപോലെ വികൃതമാക്കപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തെ മറമാടാനുള്ള കഫനില്ല, തുണിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവർ തീരുമാനിച്ചു, സഫിയ കൊടുത്തയച്ച ഈ 2 തുണിയിൽ ഒന്ന് ആ അൻസാരിക്കാക്കാം, ഒന്ന് ഹംസക്കും. അപ്പൊ തുണി നിവർത്തിയപ്പോൾ ഒരു തുണി വലുതാണ്, ഒരു തുണി ചെറുതാണ്. ഏത് അൻസാരിക്കാക്കും, ഏത് ഹംസക്കാക്കും? അവർ നറുക്കെടുക്കാൻ തീരുമാനിച്ചു. നറുക്ക് വീണത് വലിയ തുണി അൻസാരിക്കും ചെറിയ തുണി ഹംസക്കുമാണ്. അങ്ങനെ ആ വലിയ തുണിയിൽ പൊതിഞ്ഞ് ആ അൻസാരിയായ മഹാനെ മറമാടി. ചെറിയ തുണിയിലാണ് പിന്നീട് ഹംസയെ മറമാടുന്നത്. ഹംസയെ മറമാടാൻ വേണ്ടി റസൂലുള്ള തീരുമാനിച്ചപ്പോൾ ഹംസക്ക് ഈ ഒരു തുണിയാണുള്ളത്. അതേപോലെ ഒരു തുണി മാത്രമുള്ള 2 പേർ വേറുണ്ട്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും മറ്റൊന്ന് മിസ്അബ് ഇബ്നു ഉമൈറും. ഈ 3 മൃതദേഹങ്ങൾ കിടത്തി അവർ ഈ 3 തുണിയിലാണ്, അവരുടെ പക്കലുള്ള ഈ തുണിയിലാണ് കഫൻ ചെയ്യുന്നത്. പക്ഷേ ഈ 3 തുണിയും അവരെ പൊതിഞ്ഞപ്പോൾ അവരുടെ തല മറക്കുമ്പോൾ കാല് വെളിപ്പെടും, കാല് മറക്കുമ്പോൾ തല വെളിപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹംസയെയും മിസ്അബിനെയും അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിനെയും, അവരൊക്കെ ഖുറൈശി നേതാക്കന്മാരും പ്രമുഖന്മാരുമാണ്, നേതാക്കന്മാരായ മുസ്ലിമീങ്ങളാണ്, അവരെ നിങ്ങൾ തുണി കൊണ്ട് തല മറക്കുക, ഇദ്ഖിർ പുല്ല് പറിച്ച് അവരുടെ കാലിൽ വെച്ച് കാലും മറക്കാൻ പറയുകയുണ്ടായി. അങ്ങനെ ഉഹദിന്റെ മാറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷിനെയും മിസ്അബിനെയും ഒരു ഖബറിൽ ഇപ്രകാരം തല കൊണ്ട് അവരുടെ തുണി കൊണ്ട് അവരുടെ തല മറച്ച് കാലിൽ പുല്ല് പറിച്ച് വെച്ച് മറമാടി. ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനെ മറ്റൊരു ഖബറിൽ ഇതേപോലെ മറമാടുകയുണ്ടായി. ഇന്ന് നമ്മൾ ഉഹദിലേക്ക് ചെന്നാൽ ശുഹദാക്കളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ മതിൽക്കെട്ടിനകത്താണ് അവരുടെ ഖബറുകൾ ഉള്ളത്. മതിലിനോടടുത്ത് 2 ഖബർ കാണാൻ സാധിക്കും. ഒരു ഖബറിൽ ഹംസത്ത് റളിയല്ലാഹു അൻഹുവും മറ്റേ ഖബറിൽ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും മിസ്അബ് ഇബ്നു ഉമൈറുമാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. ഇതാണ് സഫിയ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠയായ അമ്മായിയായിരുന്നു സഫിയ റളിയല്ലാഹു തആല അൻഹ. ഹംസത്തിനോട് അവർക്ക് അടുത്ത ബന്ധമായിരുന്നു. ഹംസയുടെ പൂർണ്ണ സഹോദരിയാണ് സഫിയ. ഹംസ റളിയല്ലാഹു തആല അൻഹു ഏറെ വികൃതമാക്കപ്പെട്ടിരുന്നു ഉഹദിൽ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അവർ ക്ഷമിക്കുകയും അവർ സഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി അവർ സഹിഷ്ണുത അവലംബിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ചരിത്രത്തിൽ
കാണുന്നത്. മാത്രവുമല്ല, ആ സഹോദരിക്ക് തൻ്റെ സഹോദരനോടുള്ള സ്നേഹമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. ഹംസ ഷഹീദായി എന്നറിഞ്ഞപ്പോൾ സഫിയ മദീനയിൽ നിന്ന് ഉഹദിലേക്ക് ഓടുകയാണ്. ഉഹദിലേക്ക് പായുമ്പോൾ അവർ 2 തുണി കൊണ്ടുവരികയാണ്. തൻ്റെ പൊന്നാങ്ങളെ താൻ കൊടുത്ത തുണിയിൽ കഫൻ ചെയ്ത് പരലോകത്തേക്ക് അയക്കണമെന്നതായിരുന്നു അവരുടെ മനസ്സ്. അത് അവർ തമ്മിലുള്ളതായ ആ സ്നേഹബന്ധത്തിൻ്റെ, സാഹോദര്യ ബന്ധത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ഹംസയുടെ സഹോദരി ഉമൈമയുടെ മകളായിരുന്നു ഹംന ബിന്ത് ജഹ്ഷ്. ഹംന ബിന്ത് ജഹ്ഷ്, ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ അമ്മായിമാർ 6 പേരാണ്. ഉമ്മുൽ ഹക്കീം എന്ന ബൈദ, പിന്നെ ബർറ, ആതിക, അർവ, പിന്നെ സഫിയ, അതേപോലെ തന്നെ ആതിക, 6 പേരാണ്. ഇതിൽ ഉമൈമയുടെ മകളാണ് അംന ബിന്ത് ജഹ്ഷ്. അംന, ഈ അംനയുടെ ഭർത്താവായിരുന്നു മിസ്അബ്. അംനയുടെ ഭർത്താവാണ് മിസ്അബ്. മിസ്അബ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞില്ല അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെയും മിസ്അബിനെയും ഒരു ഖബറിൽ മറമാടി. ഹംനയുടെ അമ്മാവനാണ് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഹംന ബിന്ത് ജഹ്ഷ് ഉഹദിലേക്ക് ഓടി വരുമ്പോൾ കാണുന്നത് ഹംസത്തിനെയും, അതമ്മാവൻ, ഭർത്താവ് മിസ്അബിനെയും, പിന്നെ ആങ്ങള സഹോദരൻ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെയാണ്. ഈ 3 പേരെയാണ് റസൂൽ അങ്ങനെ മറമാടിയത് ഞാൻ പറഞ്ഞത്. ഹംസത്തിനെയും മിസ്അബിനെയും അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെയും. അവർ നേതാക്കന്മാരാണ്. പക്ഷെ അവർ ഈ ദുനിയാവിൽ നിന്ന് ദീനിനു വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ച് പരലോകയാത്രയിലായപ്പോൾ അവരെ കഫൻ ചെയ്യാനുള്ള കഫൻ തുണി അവർക്ക് പൂർണ്ണമായിട്ടില്ല. പകരം പുല്ല് പറിച്ചു വെച്ചാണ് അവരുടെ ഭൗതിക ശരീരം മറക്കുന്നത് എന്നതാണ് ചരിത്രം. അതാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ പെങ്ങൾ ഹംന സഹോദരന്റെ വിഷയത്തിൽ കാണുന്നത്. മിസ്അബ് ബിൻ ഉമൈറിന്റെ ഭാര്യ ഹംന ഭർത്താവിന്റെ വിഷയത്തിൽ കാണുന്നത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരുമകൾ ഹംന തൻ്റെ അമ്മാവൻ്റെ വിഷയത്തിൽ കാണുന്നത്. പക്ഷേ ഹംന അതിൽ ക്ഷമിക്കുകയാണ് ചെയ്തത്. അമ്മാവൻ ഹംസ മരിച്ചു, ആങ്ങള അബ്ദുള്ള മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹംന സഹിക്കുകയുണ്ടായി. അവർ ക്ഷമിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. പക്ഷേ ഭർത്താവ് മിസ്അബ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹംന കരയുകയുണ്ടായി എന്നാണ്. അത് മിസ്അബിനോടുള്ള ഹംനയുടെ കൂറും അടുത്ത ബന്ധവുമായിരുന്നു. അത്രമാത്രം അവർ മിസ്അബിനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. മിസ്അബ് മരിച്ചപ്പോൾ ആ വാർത്ത ഹംന അറിഞ്ഞ് ഹംന കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ ഹൃദയത്തിലുള്ള സ്ഥാനമാണ് അത് അറിയിക്കുന്നത്. ഭർത്താവിന് ഭാര്യൻ്റെ മനസ്സിൽ ഭർത്താവിനുള്ള സ്ഥാനമാണ് അത് അറിയിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഏതായാലും റസൂലുള്ളാഹിന്റെ പിതൃ സഹോദരന്മാർ, അതേപോലെ പിതൃ സഹോദരികൾ, അമ്മായിമാർ, പിതൃവ്യന്മാർ, അവരെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ നമ്മളിവിടെ വിശദീകരിച്ചത്. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, നബി കുടുംബത്തിൽ ഈ പിതൃ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പ്രമുഖന്മാരായ ചില മക്കളുണ്ട്. അവരുടെ ചരിത്രവും ശോഭനീയമാണ്, നമുക്കൊക്കെ മാതൃകാപരവും ഏറെ നമുക്ക് ഗുണപാഠങ്ങൾ സമ്മാനിക്കുന്നതുമാണ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് തിരുനബിയുടെ പിതൃവ്യന്മാരുടെ മക്കൾ, പിതൃ സഹോദരിമാരുടെ മക്കൾ, അതിൽ പ്രമുഖന്മാരെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇവിടെ അനുസ്മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും അറിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മളുടെ ഈ സദസ്സിനെ ഉപരിലോകത്തെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമുക്കെല്ലാം അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ.
നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങൾ അള്ളാഹു വീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തീയിൽ നിന്ന് നമ്മളെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ വിശാലതയിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വിരുന്നിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കളോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ എത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു അവരുടെ പാർശ്വങ്ങളിൽ വിശാലമാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് അള്ളാഹു കരുണ കാണിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ നമുക്കെല്ലാവർക്കും ഇരുലോകത്തും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാക അഅദാഅദ്ദീൻ വഹ്ഫദ് അല്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാരിൽ മുസ്ലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.